ക്രിസ്മസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ ഓണം എക്സാമിന്റെ ഹാങ് ഓവർ തീർന്നപ്പോഴത്തേക്ക് എന്തെത്തിയിട്ടുണ്ട്? ക്രിസ്മസ് എക്സാം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മാസത്തിന് ഇച്ചിരി കൂടുതലും മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിനുള്ളത്. അപ്പൊ ഓണം എക്സാം ഫ്ലോപ്പ് ആയ ആൾക്കാരൊക്കെ എവിടെ പിടിക്കണം? നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ പിടിക്കണം. അപ്പത്തേക്ക് ഇത് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആനുവൽ എക്സാം വരും. ഫുള്ള് ദുരന്തമാണ്. സാരമില്ലടാ, 10ാം ക്ലാസ്സുകാർ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറി. നമ്മൾ ഇതിനെ കുറിച്ചിട്ടല്ല സംസാരിക്കാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ദില്ലി മേ ഉനീന്തേ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. ക്രിസ്മസ് എക്സാമിൽ ആദ്യമായിട്ട് നമുക്ക് തുടങ്ങുന്നുണ്ടായിരുന്നു അല്ലെ, ഓണത്തിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്ന ചാപ്റ്റർ അതായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ് അത്. കാരണം ഓണം എക്സാമിന്റെ ആ ചാപ്റ്റേഴ്സ്, ആ പോർഷൻസ് ഒക്കെ നമുക്ക് വളരെ കുറച്ച് മാത്രമേ വരത്തുള്ളൂ. ആനുവൽ എക്സാമിന് പക്ഷെ കറക്റ്റ് ഉണ്ടാവും. പക്ഷേ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? വളരെ കുറഞ്ഞ പെർസെന്റേജ് മാത്രമേ വരത്തുള്ളൂ. അപ്പം ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ദില്ലി മേ ഉനീന്തേ എന്ന് പറയുന്ന പാഠം അല്ലെ. ആ പാഠത്തിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മക്കൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കാണാത്ത ഒരാളുണ്ടായിരുന്നു. ആരാണ്? പട്കഥ. എന്തായാലും പട്കഥ വരും എന്നുള്ളത് എന്താണ് നമുക്കറിയാം. നമ്മുടെ ഹിന്ദിയിൽ പട്കഥയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത്. തിരക്കഥ അല്ലെ. ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്ത് എഴുതാൻ പറയും? അവിടെ നിന്ന് ആ കോൺവെർസേഷൻ വെച്ചിട്ട് ഒരു പട്കഥ തയ്യാർ കീജിയെ, ഒരു പട്കഥ ഉണ്ടാക്കോ, ഒരു തിരക്കഥ ഉണ്ടാക്കോ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ. അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. നമ്മുടെ ഈ ഒരു പാഠം എന്തായിരുന്നു? ദില്ലിയിൽ ഉറക്കമില്ലാത്ത നമ്മുടെ രാജാറാമിനെ കുറിച്ചിട്ട് അല്ലെ. ഓട്ടോയിൽ ഒരുപാട് കാലം ചിലവഴിച്ച, അതായത് ഓട്ടോയിലാണ് മൂപ്പര് എന്ത് ചെയ്തത്? ഉറങ്ങിയതൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഇന്റർവ്യൂ എടുക്കുമായിരുന്നു ആര്? നമ്മുടെ ഗഗൻ ഗിൽ എന്ന് പറയുന്ന ആളല്ലേ. ഗഗൻ ഗില്ലിന്റെ ഒരു സംസ്മരണമാണ് ഇത്. സംസ്മരണം എന്ന് വെച്ചാൽ എന്താണ്? ഓർമ്മക്കുറിപ്പാണ്. അപ്പൊ റിയൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ രാജാറാമും നമ്മുടെ ഗഗൻ ഗില്ലും സംസാരിക്കുന്ന ഒരുപാട് സംഭാഷണങ്ങൾ, ഒരുപാട് കോൺവെർസേഷൻസ് എവിടെ വരുന്നുണ്ട്? നമ്മുടെ പാഠത്തിലുടനീളം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഭാഗത്തു നിന്നൊക്കെ എന്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്? പട്കഥ ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സാധ്യത ഉണ്ട്. ഓണം എക്സാമിന് നിങ്ങൾ കണ്ടതാണ്, എവിടുന്നൊക്കെയോ ആണ് ചോദിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2 ഭാഗങ്ങളെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, നോക്കിക്കേ, 2 ഭാഗങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? ചർച്ചയും ചെയ്യാം. ഓക്കെ, ഇത് എന്ത് ചെയ്യണം? ഇത് വളരെ ഈസിയാണ്. ഫസ്റ്റത്തെ പട്കഥ എന്ന് പറയുന്നത്, തിരക്കഥ എന്ന് പറയുന്നത് ഓട്ടോയിൽ കയറുന്ന ഒരു ഭാഗമില്ലേ. ഓട്ടോയിൽ കയറുമ്പോ എന്താണ് ഏട്ടാ ചുമ, എന്താണ് ഡോക്ടറെ കാണിച്ചില്ലേ, നിങ്ങൾ എന്താണ് ഇത്ര കാലമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏത് കാലത്താണ് ഡൽഹിയിൽ എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്നായിരിക്കും നമ്മുടെ ആദ്യത്തെ പട്കഥ വരുന്നുണ്ടാവുക. ആ ഭാഗം വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? സാധനം അങ്ങ് പിടികിട്ടും. നമുക്ക് അതിന്റെ പട്കഥയുടെ ഫോർമാറ്റ് കൃത്യമായിട്ട് അറിയാം. എങ്കിലും നമ്മുടെ ഈ കോൺവെർസേഷനും കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഴുതാൻ പറ്റും. ഓക്കെ, സ്ഥാൻ ഓട്ടോ ആയിരിക്കും. അപ്പം പിന്നെ ടൈമുകളൊക്കെ കറക്റ്റ് ആയിട്ട് മക്കൾ നോക്കണം. കാരണം ഈ 2 പട്കഥയിലും കൃത്യ ടൈം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഇട്ട് കൊടുക്കാൻ പാടില്ല. ഷാം 5 ബജെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. പക്ഷെ വൈകുന്നേര സമയത്താണ് ആ ഓട്ടോയിൽ കയറിയത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ മക്കൾ എഴുതണം. കഥാപാത്രങ്ങൾ ഗഗൻ ഗില്ലും രാജാറാമും ആയിട്ടുള്ള ആ ഒരു സംഭാഷണം വെച്ചിട്ടാണ് എഴുതേണ്ടത്. ആദ്യത്തെ പട്കഥ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന കുറച്ച് ഭാഗം എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം ഇത് വളരെ വലുതായിരുന്നു. വലിയ കുറെ സംഭാഷണങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചുരുക്കിയിട്ട് വേണം നമ്മുടെ എന്തിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട്? എക്സാമിലോട്ട് ആക്കിയിട്ടുള്ള എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതെങ്ങനെ ചുരുക്കി എഴുതാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കാം. രണ്ടാമത്തെ നമ്മുടെ പട്കഥ, അത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നന്നായിട്ട് പറയാം കേട്ടോ. ഓക്കെ, ആ പട്കഥയുടെ ഫോർമാറ്റ് ഇപ്പോഴും ഓർമ്മയില്ലാത്ത ആൾക്കാർ ഇതൊന്നും എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഒന്ന് പഠിച്ചോളാം. നമ്മൾ ഓണം എക്സാമിന് പഠിച്ചതെന്ന് എനിക്ക് അറിയാം. എന്നാലും എന്ത് ചെയ്യാം? ഇടയ്ക്കിടയ്ക്കൊന്നൊക്കെ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നു? ദൃശ്യ 1 സ്ഥാന സമയ, ഇത് സംഭവം ഇങ്ങനെ പഠിച്ചു വെക്ക. അങ്ങ് സ്ഥാൻ സമയ പാത്ര ഉമ്ര വേഷഭൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പഠിച്ചു വെക്ക കേട്ടോ. വേഷഭൂഷ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡ്രസ്സായിരുന്നു. ഉമ്ര എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഏജ് ആയിരുന്നു. പാത്രം എന്ന് വെച്ചാൽ എന്തായിരുന്നു? കഥാപാത്രമായിരുന്നു. സമയം എന്ന് വെച്ചാൽ എന്താണ്? ഏത് സമയത്താണ് സംഭവം നടക്കുന്നത്. സ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? ഏത് സ്ഥലത്താണ് നടക്കുന്നത് അല്ലെ. സ്ക്രിപ്റ്റ് എഴുതുക, തിരക്കഥ എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ഈ ഘടന എന്ന് പറഞ്ഞിട്ട് മക്കൾ എഴുതാൻ പാടില്ല. ഘടന എന്ത് ചെയ്യണം? അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കാരണം എന്താണ്? ചിലപ്പോൾ നമ്മുടെ ഓരോ ഭാവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോൺവെർസേഷന്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിടേണ്ടത്? സംവാദം എഴുതാൻ
എഴുതേണ്ടത്? കോൺവെർസേഷൻ എഴുതണ്ട അല്ലെ. കഥാപാത്രം 1 സംസാരിക്കുന്നു, കഥാപാത്രം 2 സംസാരിക്കുന്നു, എന്നിട്ട് ലാസ്റ്റ് അവസാനം നമുക്ക് എന്ത്? ദൃശ്യ സമാപ്ത്, എൻഡായി. നമ്മുടെ ഈ ഒരു മൊത്തം ദൃശ്യം എന്തായിട്ടുണ്ട്? എൻഡായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമുണ്ടോ ചോദിച്ചാൽ നിർബന്ധമൊന്നും ഇല്ല, പക്ഷെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതും കൂടി ഇട്ട് ഒരു വരയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ പട്കഥ എന്തായി? പൂർത്തിയായി. അപ്പം മിസ് ഇന്ന് പറയാൻ പോകുന്ന പട്കഥ എന്ന് പറയുന്നത് നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പട്കഥയാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ എന്നുള്ള ചോദ്യം ഒന്നും ഇല്ല, വരും. എന്തായാലും പട്കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാഠം പോലെയാണ് നമ്മുടെ ദില്ലീമേ ഉനീന്തെ കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ദൃശ്യ ദോ, ദൃശ്യ ദോ, തീൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. സീൻ 1, സീൻ 2, സീൻ 3, സീൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സ്ഥാനം എന്തായിരിക്കും? നമ്മുടെ കഥ ഈ ലാസ്റ്റിലോട്ടുള്ള പട്കഥ സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? വീട്ടിലോട്ട് നമ്മുടെ രാജാറാമിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നില്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ രാജാറാമിനോട് പേരെന്താ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഇഷ്ടമാണോ, പിന്നെന്താണ് ഇവിടെ സന്തോഷത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അങ്ങ് ചോദിക്കുന്നുണ്ട്. മുമ്പ് എന്ത് ജോലിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പട്കഥയായിട്ട് വരുന്നത്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ബാത്ചീത് എന്ന് പറഞ്ഞിട്ട്, വാർത്താലാപ് എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ തയ്യാറാക്കാൻ വേണ്ടി വരാം. ചിലപ്പോൾ എന്തായിട്ട് വരാം? സാക്ഷാത്കാർ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വരാം. പിന്നെ പട്കഥയായിട്ട് വരാം. എന്തായാലും ഈ ഭാഗത്തിലെ കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. സ്ഥാനം എന്തായിരിക്കും? ഗഗൻഗില്ലിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് എഴുതണം? ഗഗൻഗിൽ കാ ഘർ. ഘറാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സ്ഥാനം എന്ന് പറയുന്നത്. സമയം എത്രയായിരുന്നു? സമയം 10 മണിക്ക് എത്തണം എന്നായിരുന്നു നമ്മുടെ ഇതിൽ പറയുന്നുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഈ സമയം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ കൃത്യ ടൈം തന്നെ മക്കളെ എഴുതണം. സുബ 10 ബജെ, സുബ 10 ബജെ, രാവിലെ 10 മണിയാണ് എന്നുള്ള കാര്യം എഴുതുന്നു. ഓക്കെ, കറക്റ്റ്. ഇനി പാത്രം, കഥാപാത്രങ്ങള് 2 കഥാപാത്രങ്ങളെ മക്കൾക്ക് അറിയുന്നുണ്ടാവും. ആരൊക്കെയാണ്? ഒന്ന് ഗഗൻഗില്ലാണ്, ഒന്ന് രാജാറാമാണ്. പിന്നെ സൈഡിൽ ഒരാളുണ്ട്. ഇയാൾ മിണ്ടൊന്നും ഇല്ല, സംസാരിക്കുന്നൊന്നും ഇല്ല, പക്ഷെ സൈഡിലുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഭംഗിക്ക് വെച്ചു കൊടുക്കൂലേ, അതേപോലെ കഥാപാത്രത്തിന്റെ പേരിൽ ആരെയും കൂടി ഒന്ന് വെറുതെ വെച്ചു കൊടുക്കണം. സാന്റീനെയും കൂടി വെച്ചു കൊടുക്കണം. സാന്റി എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം കൂടി സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇയാളെയും കൂടി എന്ത് ചെയ്യുക മക്കൾ? ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഉമ്രാണ്. ഉമ്ര മീൻസ് എന്തായിരുന്നു? ഏജ് ആണ്. ഏജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക കേട്ടോ. 18, 19, 20 വയസ്സൊന്നും ഇട്ട് കൊടുക്കരുത്. ചെറുപ്പക്കാരുടെ കഥയല്ല പറയുന്നത്, കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് മക്കൾ ഇട്ട് കൊടുക്കാം. ഗഗൻഗിലിന് ഒരു 40 വയസ്സ് കിടക്കട്ടെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗഗൻഗിലിന് ഒരു 40 വയസ്സ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ രാജാറാമിന് കുറച്ച് നമ്മൾ പറയുന്നുണ്ട്. രാജാറാമിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? എനിക്ക് 50 സാലാണെന്ന് തോന്നുന്നു, ഒരു 50 വയസ്സാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ രാജാറാമിന്റെ വയസ്സ് അത് തന്നെ കിടക്കട്ടെ അല്ലെ, 50 സാൽ എന്ന് നമ്മൾ എഴുതുന്നു. പിന്നെ സാൻഡിയുടെ വയസ്സ് നമുക്ക് എന്താണ്? ഒരു 40 സാല് ഇട്ട് കൊടുക്കുക അല്ലെ, ഒരു 40 വയസ്സ് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. ഉമ്രൊക്കെ നമ്മൾ എഴുതി. ഇനി വേഷ്ഭൂഷ, വേഷ്ഭൂഷ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രസ്സാണ്. ഏത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് എന്നുള്ളത് അല്ലെ. ഗഗൻഗില്ല് സാഡി പെഹനി ഹേ, പെഹനി ഹേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ധരിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ സാധാരണ നമ്മൾ എങ്ങനെയാണ്? ഗഗൻഗിൽ സാഡി എന്ന് മാത്രമേ എഴുതാറുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി എന്താ നന്നായിട്ട് എഴുതാം, സാരി ഉടുത്തിരിക്കുന്നു, അതിന് സാഡി പെഹനീഹേ എന്നാക്കി കൊടുക്കുക കേട്ടോ മക്കള്. ധരിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് നമ്മൾ പെഹനീഹേ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? രാജാറാമിനും പിന്നെ നമ്മുടെ ആർക്കും, നമ്മുടെ സാൻഡിക്കും ഒരേ ഡ്രസ്സ് ഇടിപ്പിച്ചെടുത്താൽ മതി, പാന്റും ഷർട്ടും. വേറെ ഒന്നും ആലോചിച്ച് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. പാന്റും ഷർട്ടും, പാന്റ് ആൻഡ് ഷർട്ട് നമ്മൾ എന്തിൽ പറയും? ഹിന്ദിയിലും പറയും കേട്ടോ. അപ്പൊ നമുക്ക് രാജാറാം ഓർ സാൻഡിനെ പാന്റ് ഓർ ഷർട്ട് പെഹനിഹേ, പാന്റും ഷർട്ടും ഇട്ടിട്ടുണ്ട്, ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്ത് ഇവിടെ അവസാനിപ്പിക്കുന്നു? ആ ഫസ്റ്റത്തെ ഭാഗം നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഘടന മിസ് പറഞ്ഞു, ഘടന എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എഴുതരുത്. എന്താണോ സംഭവിക്കുന്നത് ആ സാധനമാണ് എന്ത് ചെയ്യേണ്ടത്? ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. അപ്പൊ അവിടെ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ രാജാറാം സോഫയിൽ കാലും കയറ്റി, അങ്ങനെ കാലിൽ കാലും കയറ്റി ഇങ്ങനെ ഇരുന്നായിരുന്നു? ഇല്ല, അവനെന്താണ്? കുറച്ച് നാണമൊക്കെയാണ്. അവൻ ആദ്യം എന്താ പോയത്? സോഫയിൽ നിന്ന് ഇരിക്കാതെ സോഫയുടെ താഴെ ഫ്ലോറിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ സീനിൽ അതാണ് ആ ഘടന എന്ന് പറയുന്ന ഭാഗത്ത് എഴുതേണ്ടത്. രാജാറാം
उस बड़े कमरे में आकर फर्श पर बैठ जाता है. ആ ഒരു വലിയ കമറി മീൻസ് എന്താണ്, റൂമാണ് അല്ലെ. വലിയ റൂമിൽ വന്നിട്ട് ഫർഷ് മീൻസ് എന്താണ്, ഫ്ലോർ എന്നുള്ള അർത്ഥമാണ്. തറയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, ബാറ്റ് ജാത്താഹെ എന്ന് വെച്ചാൽ എന്താണ്, ഇരിക്കുകയാണ്. അവൻ തറയിൽ ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഘടന എന്ന് പറയുന്നത്. ഇത്ര എഴുതിയാൽ തന്നെ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. 4 മാർക്കിനാണ് നമുക്ക് പട്കഥ ചോദിക്കാൻ പോകുന്നത്. അപ്പം ഇത്ര എഴുതിയാൽ തന്നെ, ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക്? 2 മാർക്ക് അവിടെ വീണു. ഇനി നമുക്കുള്ളത് കോൺവെർസേഷൻ ആണ്. ഈ കോൺവെർസേഷൻ ഒരു ഇച്ചിരി വലുതാണ്. ഇത് ഇച്ചിരി വലുതാണെന്ന് മിസ്സിന് അറിയാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാം. ഒരു 10 എക്സ്ചേഞ്ച് എങ്കിലും ഉള്ളതുപോലെ, 10 എക്സ്ചേഞ്ച് വെച്ചതാണ് ഒരു 5. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം, 5 എണ്ണമെങ്കിലും ഒരു കഥാപാത്രം സംസാരിച്ചിട്ടുണ്ടാവണം. ഒരു 6 എണ്ണം സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ല കേട്ടോ. ഒരു 6 എണ്ണം ഒരാൾ സംസാരിക്കുന്നു, 6 എണ്ണം റിപ്ലൈ തരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലെങ്കിലും വരണം നമ്മുടെ എന്തെന്ന് പറയുന്നത് പട്കഥ. ഇത്രയൊന്നും എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇതിന്റെ കുറച്ച് ഭാഗമെങ്കിലും, 3/4 ഭാഗമെങ്കിലും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. ഞാൻ ആ മുഴുവൻ ഭാഗവും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ചെറുതാക്കിയിട്ട് മക്കൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇരുന്നങ്ങ് പഠിച്ചോളാം. നമ്മുടെ മാർക്കിന്റെ ഇതാണ്, നമുക്കാണ് മാർക്ക് കിട്ടേണ്ടത്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. മിസ് പറഞ്ഞു, കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം, ചിലപ്പോൾ ഇന്റർവ്യൂ, സാക്ഷാത്കാർ എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കും പട്കഥ എന്നുള്ള രീതിയിൽ ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റണമെങ്കിൽ പഠിക്കണം, ഇരുന്ന് പഠിക്കണം, എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കാം, ആദ്യം ഇത് നല്ല രസമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് കഥ പോലെ ആലോചിച്ചിരിക്കാം. നോക്കാം, ഗഗൻ ഗില്ലാണ് ആദ്യം സംസാരിക്കുന്നത്. നാം ക്യാ ഹേ ആപ്കാ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നാം ക്യാ ഹേ ആപ്കാ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. രാജാറാം, സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആയി, സെറ്റ്. ആദ്യത്തെ സാധനം പഠിച്ചു. അടുത്ത എന്താണ്, ഗഗൻ ഗിൽ ഗർ കഹാം ഹേ? വീട് എവിടെയാണ്? സുഖല്ലേ വീട് പഠിക്കാൻ വേണ്ടിയിട്ട്? രാജാറാം പറഞ്ഞു എന്താണ്, ഉന്നാവ് എന്ന് പറയുന്ന UP മേ, ഉന്നാവ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ എന്താണ്, UP, നമ്മുടെ ഉത്തർപ്രദേശിലെ ഉന്നാവ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് അല്ലെ. അപ്പൊ ഇതും എന്ത് ചെയ്യാം, പഠിക്കാൻ സുഖമാണ്. പഠിച്ചു. ഉന്നാവ് ഡിസ്ട്രിക്റ്റില് എന്താണ്, UPയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. രാജാറാം താമസിക്കുന്നതല്ല, വരുന്നത് അല്ലെ, അവിടെയാണ് ശരിക്കുള്ള ജന്മദേശം അല്ലെ. പിന്നെ എന്താണ്, രാജാറാമാണ് പേര്. ഓക്കെ, കറക്റ്റ്. 2 സാധനങ്ങൾ അവിടെയുമായി. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണ് എന്ത്, ഗഗൻ ഗിൽ ഓട്ടോ ചലാന കേസേ ശുരു കിയ? ഓട്ടോ ചലാന, ഓട്ടോ ഓടിക്കാൻ കാസേ ശുരു കിയ? എങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ ആൻസർ, നമ്മുടെ രാജാറാമിന്റെ ആൻസർ ഇതാണ്. പെഹ്ലെ 8 സാൽ തക്, പെഹ്ലെ ആദ്യം ഉണ്ടല്ലോ, 8 സാൽ തക്. ഇത് കറക്റ്റ് ആണേ, ഇത് നന്നായിട്ട് പഠിക്കണം. ഈ ഒരു കോൺവെർസേഷൻ പഠിച്ചാലുള്ള ഒരു ഉപകാരം എന്താണെന്നറിയോ, നമുക്ക് രാജാറാമിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ കിട്ടും. അഥവാ രാജാറാമിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിലുള്ള കുറെ സാധനങ്ങൾ എന്തിലേക്ക് എടുത്തിടാം, അതിലേക്ക് എടുത്തിടാം. അപ്പൊ ഒറ്റ സാധനം പഠിച്ച എന്തൊക്കെയാലേ. ഇനിയിപ്പോ എന്താണ്, നമുക്ക് വേണമെങ്കിൽ അന്ന് പോയിട്ട് നമ്മുടെ ആര് ഡയറി എഴുതാണ്, നമ്മുടെ ഗഗൻ ഗില്ല് ഡയറി എഴുതാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജാറാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുകയാണ്. എന്ത് ചോദിച്ചാലും രാജാറാമിനെ കുറിച്ചുള്ള സാധനങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടും? ഈ ഒറ്റ പട്കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുകൊണ്ട് എന്തുകൊണ്ടും ഉപകാരമുള്ള സാധനമാണ്, പഠിച്ചു വെച്ചോളാം. നോക്കാം, പെഹ്ലെ 8 സാൽ തക്, ആദ്യം ഉണ്ടല്ലോ 8 സാൽ, ഒരു 8 സാൽ, ഒരു 8 വർഷം വരെ ഞാൻ എവിടെയായിരുന്നു, റിക്ഷ ചലാത്ത റഹ, റിക്ഷയായിരുന്നു ഓടിക്കാറ്. ഓട്ടോ റിക്ഷയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി പോകുന്ന സംഭവം ഇല്ലേ നോർത്തിലൊക്കെ ഉള്ള, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. റിക്ഷയാണ് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയാണ്. फिर 1.5 साल एक अमीर आदमी की सेवा की. പിന്നെ 1.5 സാൽ, ഒരു 1.5 വർഷത്തോളം ഞാൻ ഒരു അമീർ ആദ്മി എന്താണ്, ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളുടെ സേവാക്കി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് വലുതാക്കിയിട്ടാണ് ആ സാധനം തന്നിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ പഠിച്ചാൽ മതി, ഷോർട്ടാക്കി പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ അമീർ ആദ്മിയുടെ സേവാക്കി. ആദ്യം റിക്ഷ ഓടിച്ചു, പിന്നെ അമീർ ആദ്മിയുടെ സേവാക്കി, പിന്നെ രണ്ടാമത്തെ എന്താണ്, ഉനോനെ മുझे एक यह पुराना ഓട്ടോ ലേ ദിയ. അയാൾ, അതായത് ആ റിച്ച് ആയിട്ടുള്ള ആദ്മിയാണ് എനിക്ക് ഈ ഒരു പുരാന ഇല്ലേ, പുരാനി എന്ന് വെച്ചാൽ എന്താണ്, ഈ പഴയ ഓട്ടോ ലേ ദിയ, വാങ്ങിച്ചു തന്നു. അബ് യഹി ഓട്ടോ ചലാത്താഹും, ഇപ്പൊ ഞാൻ എന്താണ്, ഈ ഒരു ഓട്ടോ ആണ് ഓടിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്റ്ററി മൊത്തം പറഞ്ഞു. ആദ്യം റിക്ഷ ഓടിച്ചു, പിന്നെ അമീർ ആദ്മിയുടെ സേവ ചെയ്തു, പിന്നെയാണ് ഓട്ടോ ഫീൽഡിലോട്ട് കിടന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗഗൻ ഗിൽ പറയാണ്, ഉസ്സേ പെഹ്ലെ ക്യാ കർത്തേ थे?
ഇതിനു മുമ്പ്, അതായത് റിക്ഷ ഓടിച്ചു, പിന്നെ മറ്റേ എന്താണ്, ഇതിനൊക്കെ മുമ്പേ നിങ്ങൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജാറാം പറഞ്ഞ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കണേ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഗാവ് മേ മസ്ദൂരി കരുത്താത്ത, ഞാൻ ഗ്രാമത്തിൽ എന്തായിരുന്നു ചെയ്യാറ്? മസ്ദൂരി എന്ന് വെച്ചാൽ എന്താണ്? ഞാന് തൊഴില്, അവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അല്ലെ, ഖേത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കൂലിപ്പണിക്കൊക്കെ എടുക്കുന്ന തൊഴിലാളികൾ ഉണ്ടാവും അല്ലെ, അതേപോലെ ഖേത്തിലൊക്കെ മസ്ദൂരി തൊഴിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ആര്? നമ്മുടെ രാജാറാം അല്ലെ. ലേക്കിൻ ബാരിഷ് കെ കാരൻ ഘർ നഷ്ട് ഹോ ഗയ, പക്ഷേ ബാരിഷ് വന്ന സമയത്ത്, മഴ പെയ്ത സമയത്ത് എന്തായിപ്പോയി? എന്റെ വീട് എനിക്ക് നഷ്ടമായി എന്ന് പറയാണ്. ഭൂഖ് മരീത്തി, പട്ടിണിയായിരുന്നു, അതുകൊണ്ട് ദില്ലിയിലോട്ട് വന്നു എന്ന് പറയാണ്. ഇമ്പോർട്ടന്റ്, മസ്ദൂരി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാരിഷിൽ ഘർ എന്തായിപ്പോയി? ഘർ നഷ്ട് ഹോ ഗയ. പിന്നെ ഭൂഖ്മരി ആയിരുന്നു, ഭൂഖ്മരി എന്ന് വെച്ചെന്താണ്? പട്ടിണിയായിരുന്നു, അതുകൊണ്ട് ദില്ലിയിലോട്ട് വന്നു. ആ വലിയ സാധനത്തിന് നമ്മൾ ചെറുതാക്കി മാറ്റിയതാട്ടോ. അപ്പൊ ഇതും എന്ത് ചെയ്യാ? പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. രാജാറാമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ ഗഗൻഗിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വെറുതെ വേണ്ടാണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ്, വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നോക്കാം. അടുത്ത എന്താണ്? ഗഗൻഗിൽ അബ് ഖുഷ് ഹേ യഹാ പർ, ഇപ്പം ഖുഷാണോ, സന്തോഷത്തിലാണോ? യഹാ പർ, ഇവിടെ ദില്ലിയിൽ വന്നിട്ട് നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ രാജാറാം എന്താ പറയുന്നത്? പേറ്റ് ഭർനെ ആയാത്ത, വയറ് നിറയ്ക്കാൻ വന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഭക്ഷണം, വിശപ്പ് അകറ്റാൻ വേണ്ടി വന്നതായിരുന്നു. പേറ്റ് ഭർനെ ആയാത്ത അല്ലെ, വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മുझे ഖുഷി ഹേ കി, എനിക്ക് സന്തോഷമുണ്ട്. എന്ത്? വ ഭർ ലേത്താ ഹൂ, ആ വയറ് ഞാൻ നിറയ്ക്കുന്നുണ്ട്. അതായത് ഒരു നേരമെങ്കിലും ഒരു നേരം എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്താണ്? ഖുഷാണ്, സന്തോഷമാണ് എന്ന് പറയാണ് അല്ലെ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗഗൻഗിൽ പറയാണ് അടുത്തത്. ഓട്ടോ ചലാത്തെ ഹുയെ കേസെ ലഗ്താ ഹെ, ഓട്ടോ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കേസെ ലഗ്തേ ഹെ, എങ്ങനെയാണ് എന്നാണ് തോന്നുന്നത്? ഓട്ടോ നല്ലതാണോ? ഓട്ടോ ഓടിക്കുന്നത് നല്ല പോലെയാണോ? അതായത് നല്ലതായിട്ടാണോ തോന്നുന്നത്? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ള പോലത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓട്ടോ ചലാത്തെ ഹുയെ കേസെ ലഗ്താ ഹെ, എങ്ങനെയാണ് തോന്നുന്നത് ഓട്ടോ എന്ന് പറയുന്നത് ഓടിക്കുമ്പോൾ? അപ്പൊ രാജാറാം പറയുന്നത് എന്താണ്? ഓട്ടോ ബഡി മുഷ്കിൽ സവാരി ഹെ, ഓട്ടോ എന്ന് പറയുന്നത് വളരെ മുഷ്കിലായിട്ടുള്ള, മുഷ്കിൽ എന്ന് വെച്ചാൽ എന്താണ്? പ്രയാസമേറിയ, ബുദ്ധിമുട്ടായിട്ടുള്ള എന്താണ്? ഒരു സവാരിയാണ്, ഒരു യാത്രയാണ്, ഒരു യാത്ര ചെയ്യുന്ന ഒരു സംഭവമാണ് ഓട്ടോ എന്ന് പറയുന്നത്. ജവാൻ ഡ്രൈവറും കെലിയെ ടീക് ഹെ, ജവാൻ നല്ല യങ് ആയിട്ടുള്ള, ജവാൻ മീൻസ് എന്താണ്? യങ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് അല്ലെ. യങ് ആയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ എന്താണ്? ടീക് ഹെ, അവർക്കൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത്. മേരെ ജേസും കെലിയെ നെഹി, എന്നെ പോലത്തെ ആൾക്കാർക്ക് പറ്റിയ ഒരു പണിയൊന്നും അല്ല എന്തെന്ന് പറയുന്നത് ഈ ഓട്ടോ അല്ലെ. മേരെ ജേസും കേലിയെ, എന്നെ പോലെയുള്ള ആളുകൾക്ക് പറ്റിയതല്ല എന്നുള്ള പോലെ നഹി എന്ന് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗഗൻഗിലിന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഗഗൻഗിൽ ഉമ്ര ക്യാ ഹോഗി ആപ്കി, അതിന്റെ ഇടയ്ക്ക് ചുമേനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അത് നൈസായിട്ട് എങ്ങനെ എന്താക്കാം, മാറ്റാട്ടോ, അത് ഒഴിവാക്കാം കേട്ടോ. ഇവിടെ ഉമ്ര ക്യാ ഹോഗി ആപ്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു രാജാറാം PSC ക്വസ്റ്റ്യൻ പോലെ എന്തോ പറയുന്നത്, സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ഇത്രാം വയസ്സിൽ സ്കൂളിൽ ചേർന്നു, അങ്ങനെയായി, ഇങ്ങനെ ഫുൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു വർത്താനം പറയുന്നുണ്ടായിരുന്നു അല്ലെ. അതൊന്നും നമ്മൾ എന്ത് എഴുതണ്ട, നമ്മുടെ പട്കഥയിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട, എഴുതി വെക്കണ്ട, ഇത്ര മതി. ക്യാ പത്ത, ആർക്കറിയാം, ശായദ് 50 സാൽ, ചിലപ്പം 50 വയസ്സായിരിക്കാം എന്നുള്ള പോലെ പറയാണ് അല്ലെ. ചിലപ്പോ എന്തായിരിക്കും? 50, ഒരു 50 സാൽ ആയിരിക്കാം എന്ന് പറയാണ്. ക്യാ പത്ത, അറിയത്തില്ല മൂപ്പർക്ക് എത്ര വയസ്സായി എന്നുള്ളത് അല്ലെ. അപ്പൊ മക്കള് അത് മാത്രം എഴുതിയാൽ മതി, അല്ലാണ്ട് ആ PSC ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് എഴുതി വെക്കണ്ട കേട്ടോ. ഓക്കെ, അടുത്തത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? ആപ്കെ ലിയെ അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആപ്കെ ലിയെ താങ്കളെ സംബന്ധിച്ചിടത്തോളം, അച്ഛാ ദിൻ ഒരു ഗുഡ് ഡേ, ഒരു നല്ല ദിവസം എന്ന് പറയുന്നത് ക്യാ ഹോത്ത, എന്തായിരിക്കും എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ രാജാറാം പറഞ്ഞ ആൻസർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ പട്കഥയിൽ നിങ്ങൾ ഇത് എന്തായാലും ഉൾപ്പെടുത്തണം. എന്താണ്? മുജെ നെഹി മാലും, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല അല്ലെ. മുജെ നെഹി മാലും, അറിയില്ല എന്ന് പറയാണ് അല്ലെ. ദോ വക്തിക്ക് റോട്ടി മിൽ ജായേ ഘനീമത് ഹേ, ഒരു 2 നേരത്തെ ഭക്ഷണം കിട്ടിയാൽ തന്നെ എന്താണ്? കുശാലാണ് എന്ന് പറയാണ്. വളരെ നല്ല കാര്യമാണ്, കുശാലാണ് എന്ന് പറയാണ്. ഒരു 2 നേരത്തെ ഭക്ഷണം മാത്രമേ ആരാഗ്രഹിക്കുന്നുള്ളൂ? നമ്മുടെ രാജാറാം ഇവിടെ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ അത് തന്നെ എനിക്ക് എന്താണ്? വലിയ കാര്യമാണ് എന്നുള്ള പോലെ പറയാണ്. ഘനീമത്ത് എന്ന് പറയുന്ന ഈ വാക്കൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഈ 2 നേരത്തെ റോട്ടി അല്ലെ. ഓക്കെ,
മാലു മുझे नहीं മാലു എന്നൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യണ്ടേ? കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗഗൻ ഗിൽ ടീക് ഹേ ജി ധന്യവാദ്, ടീക് ഹേ ജി ധന്യവാദ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പട്കഥ അവിടെ അവസാനിപ്പിക്കാം. ദൃശ്യ സമാപ്തി എന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അത് നമ്മുടെ പട്കഥ എൻഡ് ആവും കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മക്കൾ പഠിക്കണം. മിസ് പറഞ്ഞു എന്തൊക്കെയാണ്, രാജാറാമിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറെ പോയിന്റ്സ് ഇത് ഇവിടെ ഉണ്ട്. കോൺവെർസേഷൻ, പട്കഥ, സാക്ഷാത്കാർ, ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും പറ്റിയ ആളാണ് ദേ ഇവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പഠിക്കാതെ എന്റെ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ടൈം ഇല്ലാത്തതാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു പട്കഥ മാത്രമാണോ മിസ്സേ? അല്ല, ഇഷ്ടംപോലെ പട്കഥകളുണ്ട്. പിന്നെ ഡയറി വരാൻ സാധ്യതയുണ്ട്, ലെറ്റർ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ ആപ്പിലും കാര്യങ്ങളിലും ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്പീഡിൽ ചേർന്നോളാം കേട്ടോ. സ്പീഡിൽ ചേർന്നോളാം. കാരണം എന്താണ്, നമുക്ക് നോട്ട്സ് ആണ് വേണ്ടത്. ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യം പറയാം കേട്ടോ. അപ്പം ബയോളജി പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ, സോഷ്യലൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ പഠിച്ചാൽ തന്നെ എന്താണ്, ഓക്കെ ആണ്. പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് ചെറുതാക്കിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമുക്ക് ഈ ഒരു കുറച്ച് നോട്ടുകളും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം, ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നോട്ടുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ സോഴ്സ് നമുക്ക് കിട്ടണം. ഇനിയിപ്പോൾ കലോത്സവവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ പീരീഡും കാര്യങ്ങളും പോവും, ഒക്കെ പ്രശ്നമാണ്. അത് മനസ്സിലാക്കണം. അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ ചേരാത്ത ഏതെങ്കിലും മക്കൾ ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ അസ്ത്ര ബാച്ചിലോട്ട് ചേർന്നോളാം. 22-ാം തീയതി വരെ നമ്മുടെ വിദ്യാരംഭം ഓഫർ എന്താണ് നമ്മൾ നീട്ടിയിട്ടുണ്ട്. 22-ാം തീയതി എൻഡ് ആവും. അപ്പം അതിനു മുമ്പ് എന്ത് ചെയ്യുക, സ്പീഡിൽ എൻ്റെ മക്കൾ ചേരാൻ വേണ്ടി നോക്കടാ. ഓക്കെ, യെസ്. അപ്പം ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.